ഹലോ എവ്രിവൺ, വെൽക്കം ടു യാസ്. ഉടുപ്പിയിലേക്ക് യാത്ര പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായും സന്ദർശിക്കേണ്ട സ്ഥലമാണ് മാൽപ്പേ ബീച്ചും സെൻറ്റ് മേരീസ് ദ്വീപും. ഉടുപ്പിയിൽ നിന്ന് 6 കിലോമീറ്റർ അകലെയായാണ് മാൽപ്പേ ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. മാൽപ്പേ ബീച്ചിന് സമീപത്തായി അറബിക്കടലിലാണ് സെൻറ്റ് മേരീസ് ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. മാൽപ്പേ ബീച്ചിൽ നിന്ന് ബോട്ട് മാർഗം ഈ കൊച്ചു ദ്വീപിൽ എത്തിച്ചേരാം. സെൻറ്റ് മേരീസ് ഐലൻഡിലേക്ക് മാൽപ്പയിൽ നിന്നും ബോട്ടിലോ തോണിയിലോ വേണം പോകാൻ. ഇവിടെ 2 ടൈപ്പ് ബോട്ട് സർവീസാണുള്ളത്. ഒന്ന് ഗവൺമെൻറ് ബോട്ട് സർവീസും പ്രൈവറ്റ് ബോട്ട് സർവീസും. ഗവൺമെൻറ് ബോട്ട് സർവീസിൻ്റെ റേറ്റ് വരുന്നത് 300 റുപ്പീസാണ്. പ്രൈവറ്റ് ബോട്ട് സർവീസിൻ്റെ റേറ്റ് പെർ ഹെഡിന് 400 റുപ്പീസാണ് വരുന്നത്. അങ്ങനെ നമ്മൾ മാൽപ്പേ ബീച്ചിൽ നിന്നും ബോട്ടിലേക്ക് കയറിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഒരു 20 മിനിറ്റ്സാണ് കടലിലൂടെ യാത്ര ചെയ്യാനുള്ളത്. ഏകദേശം ഒരു 30 ആൾക്കാരെങ്കിലും ഉണ്ടെങ്കിലേ ബോട്ട് ബീച്ചിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. മോർണിംഗ് 9 to ഈവനിങ് 5:30 വരെയാണ് ബോട്ട് സർവീസ് അവൈലബിൾ ആയിട്ടുള്ളത്. ബോട്ടിൽ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. കുറേ പേര് ഫ്രണ്ടിൽ നിന്ന് ഡാൻസൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു ഗ്രൂപ്പായിട്ട് പോവുകയാണെങ്കിൽ എല്ലാവർക്കും ഇതുപോലെ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ട് പോകാൻ പറ്റും. ആ കാണുന്നതാണ് സെൻറ്റ് മേരീസ് ഐലാൻഡ്. നമ്മൾ കയറിയത് ഗവൺമെൻറ് സർവീസ് ബോട്ടിലായിരുന്നു. അത് ഈ ഒരു സ്ഥലം വരെ മാത്രമേ പോവുള്ളൂ. അവിടെ നമ്മൾ വേറൊരു ചെറിയ ബോട്ടിൽ കയറിയിട്ട് വേണം ഐലാൻഡിൻ്റെ അടുത്തേക്ക് ചെല്ലാനായിട്ട്. അങ്ങനെ നമ്മൾ സെൻറ്റ് മേരീസ് ഐലാൻഡിൽ എത്തിക്കഴിഞ്ഞു. സ്വർണ്ണവർണ്ണമുള്ള മണൽത്തരികളും തലയാട്ടി നിൽക്കുന്ന തെങ്ങുകളും കുപ്പിച്ചില്ല് പോലെ സുതാര്യമായ വെള്ളവുമാണ് സെൻറ്റ് മേരീസ് ഐലാൻഡിൻ്റെ പ്രത്യേകത. നാളികേര ദ്വീപ് എന്ന ഒരു പേരു കൂടിയുണ്ട് ഈ ദ്വീപിന്. നാളികേര കൃഷിക്ക് പേരുകേട്ടതാണ് സെൻറ്റ് മേരീസ് ഐലാൻഡ്. അഗ്നിപർവ്വത സ്ഫോടനത്തിൻ്റെ ഫലമായി ഉരുകിയ ലാവയിൽ രൂപപ്പെട്ട മനോഹരമായ കൃഷ്ണശിലാരൂപങ്ങൾ സെൻറ്റ് മേരീസ് ഐലാൻഡിൽ കാണാം. നീലാകാശവും നീണ്ട കടൽ തീരവുമായി കരീബിയൻ ബീച്ചുകളെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലാണ് മാൽപ്പേ ബീച്ചിൻ്റെ കിടപ്പ്. തെളിഞ്ഞ വൈകുന്നേരങ്ങളിൽ സെൻറ്റ് മേരീസ് ഐലാൻഡിലേക്ക് ഒരു ബോട്ട് സവാരിയിലൂടെ മാൽപ്പേ ബീച്ചിൻ്റെ സൗന്ദര്യം മുഴുവൻ കണ്ടാസ്വദിക്കാൻ സാധിക്കും. കേരളത്തിലെ കാപ്പാടിലേക്കുള്ള യാത്രയ്ക്കിടെ പോർച്ചുഗീസ് നാവികനായിരുന്ന വാസ്കോ ഡ ഗാമ സെൻറ്റ് മേരീസ് ബീച്ചിൽ ഇറങ്ങിയതായി പറയപ്പെടുന്നു. നല്ലൊരു പോസിറ്റീവ് വൈബാണ് ഇവിടെ. പോവാത്തവരെന്തായാലും പോയി കാണണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.